ഓണത്തിന് സ്കൂൾ കുട്ടികൾക്ക് നൽകിയിരുന്ന അരിയും വെട്ടി 5 കിലോ അരി നൽകിയിരുന്നത് 4 കിലോയാക്കി. പ്രീ പ്രൈമറി മുതൽ 8ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ് അരി നൽകി വരുന്നത്. സാനിയോ മനോമി വിവരങ്ങൾ നൽകും. സാനിയോ, സോഷ്യൽ മീഡിയയിൽ മുഴുവൻ CPM ഹാൻഡിലുകൾ ഈ വിഷയം ഉയർത്തിക്കൊണ്ട് വരുന്നുണ്ട്. 5 കിലോ അരി നൽകിയത് 4 കിലോ ആക്കി VD സതീശൻ സർക്കാരിന്റെ വിസ്മയം എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ആരോപണം കഴമ്പുള്ളതാണ്. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട വിഷയമായി അത് മാറുന്നുണ്ട് ഓണക്കാലത്തല്ലേ? അങ്ങനെ തന്നെയാണ്. അതായത് പ്രധാനപ്പെട്ട വിഷയമായി മാറേണ്ടതുമാണ്. കാരണം കഴിഞ്ഞ വർഷങ്ങളായി സ്ഥിരമായി ഓണക്കാലത്ത് ചെയ്തു വന്നിരുന്ന ഒരു കാര്യമായിരുന്നു പ്രീ പ്രൈമറി മുതൽ 8ാം ക്ലാസ് വരെയുള്ള മുഴുവൻ കുട്ടികൾക്കും 5 കിലോ അരി സൗജന്യമായി കൊടുക്കുക എന്നുള്ളത്. പക്ഷേ അതാണ് ഇപ്പോൾ 4 കിലോ അരിയായി വെട്ടിക്കുറച്ചിരിക്കുന്നത്. എന്നാൽ വെട്ടിക്കുറച്ചതിനെ കുറിച്ചുള്ള സൂചനകൾ ഈ ഉത്തരവിൽ പറയുന്നുമില്ല. പകരം പറഞ്ഞിരിക്കുന്നത് സംസ്ഥാനത്തെ സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയിൽ എൻറോൾ ചെയ്തിട്ടുള്ള എല്ലാ കുട്ടികൾക്കും 4 കിലോഗ്രാം അരി വീതം വിതരണം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ 5 കിലോയിൽ നിന്ന് വെട്ടിക്കുറച്ചത് എന്തുകൊണ്ടാണ്? എന്തൊരാവേശമാണെന്ന് നോക്കിയേ സഖാവിന് വല്ലാത്തൊരാവേശമാണ്. സഖാവ് അങ്ങനെ നിറഞ്ഞു തുള്ളുകയാ അല്ലേ? തയ്യം തുള്ളുന്നത് പോലെ സഖാവ് നിറഞ്ഞു തുളുമ്പുകയാ. എന്തേ VD സതീശൻ സർക്കാരിന്റെ വിസ്മയം. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്തുകൊണ്ടിരുന്ന 5 കിലോ അരി 4 കിലോ അരിയാക്കി മാറ്റി. പക്ഷേ തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ പങ്കുവെക്കുന്ന മുൻ വിദ്യാഭ്യാസ മന്ത്രി എന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ 2026 മെയ് 18-ാം തീയതി വരെ കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി കസേരയിലിരുന്ന ശിവൻകുട്ടിയുടെ പ്രതികരണം അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ശിവൻകുട്ടിയുടെ അക്കൗണ്ടിലേക്കൊന്ന് ചെന്നു. അല്ലേ? VD സതീശൻ സർക്കാരിന്റെ വിസ്മയങ്ങളെന്നാണല്ലോ സഖാക്കൾ പറയുന്നത്. 5 കിലോ അരി ഉണ്ടായത് 4 കിലോ അരിയാക്കി. കുട്ടികൾക്ക് നൽകിയ അരിയും വെട്ടി. സതീശൻ ക്രൂരനാണ്, സതീശൻ നീചനാണ്, സതീശൻ പറഞ്ഞ വാക്കുകൾക്ക് വിലയില്ലാത്തവനാണ്, സതീശൻ നുണയനാണ്. ഇതൊക്കെയാണ് പ്രചരണം. എന്നാ പിന്നെ മുൻ പൊതുവിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ശിവൻകുട്ടി സഖാവിന് ഇനി എന്തെങ്കിലും മൊഴിയാനുണ്ടാകുമോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ ശിവൻകുട്ടി സഖാവിൻ്റെ അക്കൗണ്ടിലേക്കൊന്ന് കയറി. പക്ഷേ അവിടെ ശിവൻകുട്ടി സഖാവിൻ്റെ അക്കൗണ്ടിൽ ഇതുമായി ബന്ധപ്പെട്ട ഒന്നുമില്ല. 5 കിലോ അരി 4 കിലോ ആക്കിയതുമായി ബന്ധപ്പെട്ട ഒന്നുമില്ല. അപ്പം ഞാൻ കരുതി ഇനി സഖാവ് വേണമെങ്കിൽ 2 എണ്ണം കൂടുതൽ അടിച്ചിട്ട് അതിൻ്റെ ഹാങ് ഓവറിൽ ഉറങ്ങിപ്പോയതായിരിക്കുമെന്ന് കരുതി. അങ്ങനെ കരുതി ഞാൻ ഇങ്ങനെ വീണ്ടും തപ്പിക്കൊണ്ടേയിരുന്നു ശിവൻകുട്ടി സഖാവിൻ്റെതായിട്ട് എന്തെങ്കിലും മൊഴിമുത്തുകൾ പുറത്തേക്ക് വരുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട്. കാത്തിരുന്ന് കാലവും കടന്നുപോയി എന്ന് പറയുന്നത് പോലെ സമയം അങ്ങനെ പോയി. ശിവൻകുട്ടി സഖാവിൻ്റെത് വരുന്നില്ല. ഈ വിഷയത്തിൽ മാത്രം ശിവൻകുട്ടി സഖാവിൻ്റെ മൊഴിമുത്തുകൾ വരുന്നില്ല. പക്ഷേ മറ്റു പല വിഷയങ്ങളിലും ഈ കാത്തിരിപ്പിനൊടുവിൽ ശിവൻകുട്ടി സഖാവിൻ്റെ പല പ്രതികരണങ്ങളും വരികയും ചെയ്തു. അപ്പം ഞാൻ കരുതി എന്തേ സഖാവ് ഇതിനെക്കുറിച്ചൊന്നും പറയാത്തത്? എന്നാൽ പിന്നെ സഖാവിൻ്റെ പഴയ കാലത്തെക്കുറിച്ച് നമുക്കൊന്ന് ആലോചിക്കാമെന്ന് കരുതി കുറച്ച് മുൻപോട്ട് കഴിഞ്ഞ കാലത്തേക്ക് ഞാനൊരു യാത്ര നടത്തി. ശിവൻകുട്ടി സഖാവിൻ്റെ ആ പേജിൽ അപ്പോൾ ഞാൻ ആ ഞെട്ടിക്കുന്ന സത്യം ഞാൻ കണ്ടു. അരി 5 കിലോ വെട്ടിക്കുറച്ചത് 4 കിലോ ആക്കിയത് സഖാവ് ശിവൻകുട്ടിയാണെന്ന സത്യം. 2025 ഓഗസ്റ്റ് 20, അതായത് ഇതേ ദിവസം കഴിഞ്ഞ ഓണക്കാലത്ത് ശിവൻകുട്ടി സഖാവിൻ്റെ ഒരു കുറിപ്പ്. ആ കുറിപ്പ് മാത്രമല്ല, ശിവൻകുട്ടി സഖാവ് അതിൻ്റെ താഴെ ഒരു ചിത്രം കൂടി പങ്കുവച്ചിട്ടുണ്ട്. എന്നിട്ട് ശിവൻകുട്ടി സഖാവ് പറഞ്ഞു, ഈ ചിത്രം AI ആണ് കേട്ടോ, ഞാനിത് പ്രതീകാത്മകമായി ഉണ്ടാക്കിയ ചിത്രമാണ്. ആയിക്കോട്ടെ ശരി സഖാവേ, എന്നാ സഖാവിന് എന്താ പറയാനുള്ളത് എന്നുകൂടി ഞാനൊന്ന് നോക്കി. ആ കുറിപ്പ് ഇങ്ങനെയാണ് തുടങ്ങുന്നത്. 2025 ഓഗസ്റ്റ് 20-ന് ശിവൻകുട്ടി എന്ന് പറയുന്ന അന്നത്തെ പൊതുവിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന സഖാവ് തൻ്റെ സോഷ്യൽ മീഡിയയിൽ കുറിച്ചു. ഓണത്തിന് സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയുടെ ഗുണഭോക്താക്കളായ എല്ലാ വിദ്യാർത്ഥികൾക്കും 4 കിലോഗ്രാം അരി വീതം വിതരണം ചെയ്യും. ആ കുറിപ്പാണ് നിങ്ങൾ എൻ്റെ പിന്നിൽ കാണുന്നത്. പ്രീ പ്രൈമറി മുതൽ 8ാം ക്ലാസ് വരെയുള്ള 24,77,337 കുട്ടികൾക്കാണ് ഇതിൻ്റെ പ്രയോജനം ലഭിക്കുക. ശിവൻകുട്ടി സഖാവ് കുട്ടികളുടെ എണ്ണമടക്കം പറഞ്ഞുകൊണ്ട് വാചാലനാവുകയാണ്.
ശിവൻകുട്ടി സഖാവിൻ്റെ രോമം എഴുന്നേറ്റ് നിൽക്കുകയാ നേരം. കാരണം താൻ ചെയ്യുന്നു 4 കിലോ അരി വീതം 24,77,337 കുട്ടികൾക്ക്, വിദ്യാർത്ഥികൾക്ക് ഞാനിത് വിതരണം ചെയ്യുന്നു. എൻ്റെ തറവാട്ടിൽ നിന്ന് എടുത്തു കൊണ്ടുവന്നതാണ് എന്നുള്ള രീതിയിലാണ് ശിവൻകുട്ടി സഖാവ് അതിനെ വീണ്ടും വർണ്ണിക്കുന്നത്. അവസാനിപ്പിച്ചില്ല, വീണ്ടും തുടരുകയാണ് സഖാവ്. വിദ്യാർത്ഥികൾക്കുള്ള അരി സിവിൽ സപ്ലൈ കോർപ്പറേഷൻ്റെ കൈവശമുള്ള സ്റ്റോക്കിൽ നിന്ന് നൽകാനാണ് സർക്കാർ അനുമതി നൽകിയിരിക്കുന്നത്. അരി സ്കൂളുകളിൽ നേരിട്ട് എത്തിച്ചു നൽകുന്നതിനുള്ള ചുമതല സപ്ലൈകോക്ക് നൽകിയിട്ടുണ്ട്. ഇതിനായി നിലവിലെ കടത്തുകൂലിക്ക് പുറമെ കിലോഗ്രാമിന് 50 പൈസ അധികം നൽകാനും തീരുമാനിച്ചു. ചില ജില്ലകളിൽ സ്റ്റോക്ക് കുറവുണ്ടെങ്കിൽ സമീപ ജില്ലകളിലെ ഡിപ്പോകളിൽ നിന്ന് അരി എത്തിച്ച് വിതരണം സുഗമമാക്കാൻ സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിന് വരുന്ന അധിക തുക സർക്കാർ വഹിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ചിത്രം AI എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു ചിത്രം കൂടി പങ്കുവച്ചിരിക്കുന്നത്. അപ്പോൾ അതായത് 2025 ഓഗസ്റ്റ് 20 എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം ഓണക്കാലത്ത് പിണറായി വിജയൻ സർക്കാരിലെ തലയിൽ മുണ്ടിട്ട് രാത്രിക്ക് രാത്രി വെടിവെക്കാൻ പോകുന്ന ശിവൻകുട്ടി, ആ ശിവൻകുട്ടി തൻ്റെ കുറിപ്പിൽ പറയുന്നു 4 കിലോഗ്രാം അരി വീതം വിതരണം ചെയ്യും. അതും 24,77,337 കുട്ടികൾക്ക് എന്ന് ശിവൻകുട്ടി സഖാവ് പറയുന്നു. പക്ഷേ 2026 ഓഗസ്റ്റിൽ ഇതേ ഓണക്കാലത്ത് സഖാക്കൾ പറയുന്നു എന്ത്? ശിവൻകുട്ടി 5 കിലോ കൊടുത്തു, ഞങ്ങൾ UDF-കാർ അല്ലെങ്കിൽ സതീശൻ പൂക്കി സതീശൻ കുട്ടികളുടെ അരി വെട്ടി എന്ന്. വാർത്ത വായിക്കുന്ന സഖാവിൻ്റെ ആവേശം നിങ്ങൾ കണ്ടില്ലേ? എന്തൊരു ആവേശമാണ് സഖാവിന്. സഖാവിൻ്റെ ചാനലിൽ ഞാനൊന്ന് കയറി നോക്കി. സഖാവിൻ്റെ ചാനലിൽ ഈ ബിഗ് TVയിൽ ഒരു 4-5 ബുള്ളറ്റിനുകളിൽ വാർത്താ അവതാരകർ മാറുന്നുണ്ട്. പക്ഷേ ഇതേ വാർത്ത പല അവതാരകർ കഴിഞ്ഞ ദിവസം വായിക്കുന്ന ക്ലിപ്പുകളും ഞാൻ കാണാനിടയായി. അപ്പോൾ സഖാക്കളൊക്കെ ഭയങ്കര ആവേശത്തിലാണ്. സതീശൻ നുണ പറഞ്ഞു, സതീശൻ വഞ്ചിച്ചു, സതീശൻ പറ്റിച്ചു, സതീശൻ കാലുവാരി, സതീശൻ കുട്ടികളെ പിന്നിൽ നിന്ന് കുത്തി. എടോ 2025 ഓഗസ്റ്റിൽ കഴിഞ്ഞ വർഷം ഓണക്കാലത്ത് 4 കിലോ അരി വിതരണം ചെയ്തു എന്ന് അഭിമാനപൂർവം ശിവൻകുട്ടി പറഞ്ഞപ്പോൾ ഈ സഖാക്കളൊക്കെ എവിടെയായിരുന്നു? എന്തായിരുന്നു അന്ന് വലിച്ചു കയറ്റിയത്? അന്ന് വലിച്ചു കയറ്റിയിട്ട് അതിൻ്റെ ഹാങ് ഓവർ വിട്ടത് ഇന്നാണോ? അന്ന് ഇതൊക്കെ വലിച്ചു കയറ്റി ബോധമില്ലാതെ പാറിപ്പറന്ന് നടന്നപ്പോൾ ഇതൊന്നും കണ്ടില്ലായിരുന്നോ? ഞാനിങ്ങനെ ആലോചിക്കുന്നത് ഈ കൃമികീടങ്ങൾക്ക് പിന്നെ ഒരു പണിയും ഇല്ലാണ്ട് നടക്കുന്ന ഇരുതാ. കേരളത്തിലെ ഈ പറയുന്ന മാപ്രകൾ, അവരെയും പറയാൻ പറ്റൂല. കാരണം കൂട്ടിക്കൊടുപ്പുകാർക്ക് എന്ത് ധാർമ്മികത, എന്ത് ഫാക്ട് ചെക്ക് അല്ലേ, എന്ത് യാഥാർത്ഥ്യങ്ങൾ, എന്ത് സത്യങ്ങൾ, എന്ത് നുണകൾ, അവർക്കിതൊന്നും ബാധകമല്ലല്ലോ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ മന്ത്രി N. ശംസുദ്ദീൻ ഈ പ്രഖ്യാപനം നടത്തുന്നു. മാത്രവുമല്ല അദ്ദേഹം ഇതിൻ്റെ ഉത്തരവിറക്കുന്നു, പൊതുവിദ്യാഭ്യാസ വകുപ്പ്. ആ ഉത്തരവിറങ്ങിയപ്പോഴാണ് ഈ പറയുന്ന സഖാക്കളായിട്ടുള്ള മാപ്രകൾക്ക് അയ്യോ അരിവെട്ടി. ഏത് ആലോചിക്കണം. TP ചന്ദ്രശേഖരൻ്റെ തല വെട്ടിയവർ പറയാണ് അയ്യോ അരിവെട്ടി. ഇപ്പം ഞാനിങ്ങനെ ആലോചിച്ചു, അയ്യോ അരിവെട്ടിയോ? പക്ഷെ നമ്മളെ വീട്ടിലിപ്പോൾ ഈ പറയുന്ന കുട്ടികൾ സ്കൂളിൽ നിന്ന് അരി കിട്ടുന്ന കുട്ടികളൊന്നും കഴിഞ്ഞ വർഷം അതിൻ്റെ മുമ്പത്തെ വർഷം ഒന്നും ഇല്ലാത്തത് കൊണ്ട് കഴിഞ്ഞ വർഷങ്ങളൊക്കെ എത്ര കൊടുത്തു എന്നൊന്നും അറിയാൻ വഴിയില്ല. പക്ഷെ അങ്ങനെ വന്നപ്പോഴാണ് എന്താണ് ഇതിൻ്റെ നിജസ്ഥിതി ഒന്ന് അറിയണമല്ലോ എന്നുള്ള രീതിയിൽ പിന്നെ ശിവൻകുട്ടി മാമനെ തന്നെ ഒന്ന് കണ്ടു കളയാമെന്ന് കരുതിയത്. അപ്പോൾ ശിവൻകുട്ടി മാമൻ പറയുന്നു കഴിഞ്ഞ വർഷവും 4 കിലോ അരിയാണ് കൊടുത്തത്. ആഹാ, കൊള്ളാലോ. അപ്പോൾ അരി വെട്ടിയത് ആരാണ്? അരി വെട്ടിയത് സതീശനാണോ? അരി വെട്ടിയത് N. ശംസുദ്ദീനാണോ? അരി വെട്ടിയത് UDF ഗവൺമെൻറ് ആണോ? അരി വെട്ടിയത് VD സതീശൻ ഗവൺമെൻറ് ആണോ? അരി വെട്ടിയത് പിണറായി വിജയനാണ്. അരി വെട്ടിയത് ശിവൻകുട്ടിയാണ് അല്ലേ? അപ്പോൾ ഇനി നമ്മൾ ഒന്നുകൂടി പിന്നിലേക്ക് പോകേണ്ടി വരും. 2024 എത്ര കിലോ കൊടുത്തു എന്നുള്ളത് അന്വേഷിക്കേണ്ടി വരും. അവിടെയും 4 കിലോ ആണെങ്കിൽ അതിൻ്റെ പിറകിലേക്ക് വീണ്ടും പോകേണ്ടി വരും. അപ്പോൾ നമ്മൾ ആ യാത്രയിലാണ്. അതിൻ്റെ ഡീറ്റെയിലുകൾ ഓരോന്നായിട്ട് എടുത്തിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും എന്നുള്ളതാണ്.